ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ അന്നത്തെ കുറച്ച് ചെറിയൊരു വ്ളോഗ് എടുത്തതാണ് കേട്ടോ. ഞാനൊരു 2 വർഷമായിട്ട് ഇങ്ങനെ ഇപ്പം വ്ളോഗുകളൊന്നും ഇടാറില്ല. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. അപ്പോൾ ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശ, പൊട്ടറ്റോ കറി, ഓനിയൻ ചട്നി. ഇതൊക്കെയാണ് അത് മക്കൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ടി വി കാണലാണ്. വെക്കേഷൻ ആയ പിന്നെ ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. എണീക്കുക, കുളിക്കുക, നേരെ വന്നിട്ട് ടി വിയുടെ മുന്നിലിരിക്കുക. അപ്പം അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വരി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് കാരണമാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വിഷുവിൻ്റെ അന്ന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമില്ല. കണി കാണും, സദ്യ ഉണ്ണും. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചിലപ്പോൾ സിനിമ ഉണ്ടെങ്കിൽ അങ്ങനെ പോവാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ്. രാത്രിയാകുമ്പോൾ പടക്കം പൊട്ടിക്കും. ഇതൊക്കെ തന്നെയാണ് ഒരു വിഷുവിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് ചെറുതായിട്ടൊരു ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അപ്പം ഇത് ഒരു 15 വർഷമായിട്ട് ഞങ്ങളൊരു ചെറിയ കൃഷ്ണനെ വെച്ചിട്ടാണ് ഞങ്ങൾ കണി വെക്കാറ്. ഈ ഒരു വർഷം ഞങ്ങളൊരു പുതിയ കൃഷ്ണനെ വാങ്ങിച്ചു. കുറച്ചും കൂടി വലിയ കൃഷ്ണനെ വാങ്ങിച്ചു. കോട്ടിയാടിലാണ് കൃഷ്ണനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാനായാലും ആ ഒരു ദിവസം മൊത്തം നമുക്ക് കൃഷ്ണനെ കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റും. പൂജ റൂമിലാകുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പൊ ഇതാകുമ്പോൾ എല്ലാവർക്കും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അർജുൻ നേരത്തെ കഴിഞ്ഞിട്ടിപ്പം അവനെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് കൈനീട്ടൊക്കെ ₹100 ഞാൻ കൊടുത്തതാണ്. 200 റുപ്പീസ് നിതീഷേട്ടൻ കൊടുത്തതാണ്. അപ്പൊ ഇപ്പം ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി പതുക്കെ ബാക്കിയുള്ളവരൊക്കെ കൊടുക്കായിരിക്കും. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവരിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ മക്കളെ അടുത്തൊന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം കുറേ നാളായി പറയുന്ന വീഡിയോസ് എടുക്കണം എന്നുള്ളത്. അപ്പൊ ഇനി കുറേശ്ശെയായിട്ട് ഇട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ. അപ്പം മോളുടെ കുറച്ച് പട്ടുപാവാട ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പോയി സ്റ്റൈൽ ചെയ്ത് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫോട്ടോസ് എല്ലാം. അതും നല്ല വെയിലായിരുന്നു. ഒരു 11 മണി 11:30 12 മണി നേരത്താണ് ഞങ്ങൾ ബീച്ചിൽ പോയത്. ആ സമയത്ത് ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയിൽ എടുക്കാനായിട്ട് പറ്റി. പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആ ഒരു ഫോൾട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് പോയി കയറി വന്നു. അങ്ങനെ ഇനി വീട്ടിൽ പോയിട്ട് സദ്യ ഉണ്ണല് അങ്ങനത്തെ പരിപാടികളാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പം പടക്കങ്ങൾ പൊട്ടിക്കുക അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഇവർ പേരും കൂട്ടിയിട്ടാണ് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത്. എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളോടൊന്നും വലിയ താല്പര്യമില്ല. ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റില്ല ഈ സ്മോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ഓണമാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവം. 10 ദിവസത്തെ ഒരു സെലിബ്രേഷനാണ്. അപ്പം അത് കുറച്ചും കൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റാറുണ്ട്. ഇത് കുഴപ്പമില്ല. കൂടുതലും മക്കൾക്കാണ് ഇത് കുറച്ചും കൂടി എൻജോയ്മെന്റ്. മോനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ ആദ്യമായിട്ടാണ് ഫ്ലവർ പോട്ടൊക്കെ കത്തിക്കുന്നത്. ഞാൻ സമ്മതിക്കാറില്ല. ഇതാണെങ്കിൽ കൂടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതിലൊക്കെ വെച്ച് കത്തിക്കുന്നത് കേട്ടോ. റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു വിഷു ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ഇനി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. മക്കളും പറയുന്നുണ്ട് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.